ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. സോ അതിന് വേണ്ടി ഞാനും എൻ്റെ അനിയത്തിയും റെഡിയായി. ഏകദേശം 3:30 ഞങ്ങൾ സ്കൂട്ടി എടുത്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ. സോ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് ഒരു ഫ്യൂ മിനിറ്റ്സിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനിലോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. സോ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാട്ടോ നമ്മൾ പോകുന്നത്. സോ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് വഴുതക്കാടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം സ്റ്റാർട്ടായി. സോ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ്. സോ January 4 തൊട്ടിട്ട് എത്ര ദിവസം വരെ നടക്കുന്നത്? 1 വീക്ക് ഉണ്ട്. സോ ആദ്യത്തെ ദിവസം നമുക്ക് വന്നിട്ട് ഭരതനാട്യം, കുച്ചിപ്പുടി എന്നുള്ള ഇനങ്ങൾ നടക്കുന്ന സ്റ്റേജിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഉള്ളിൽ പോയിട്ട് പാർട്ടിസിപ്പൻസിന് ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോവാണല്ലേ. സോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഞാൻ ഇതേപോലെ ഡാൻസ് കളിക്കാനായിട്ട് വന്നതാണ് ഗൈസ്. സോ പ്രാവശ്യം കാണാനായി വന്നതിൽ ഒരു പുതിയ എക്സ്പീരിയൻസ്. അതെ, എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ഈ പോലുള്ള സ്റ്റേജുകളിലൊക്കെ ഞങ്ങൾ വരുന്നുണ്ടാവുക. സോ പ്രാവശ്യം വന്നിട്ട് നമ്മൾ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഉള്ളിൽ പോയി കാണാൻ ഗൈസ്. വെരി എക്സൈറ്റഡ്. ഗായ്സ്, നിങ്ങളിപ്പോൾ കണ്ടത് HSൻ്റെ ഭരതനാട്യമായിരുന്നു. സോ നമ്മൾ പോകുന്ന സമയത്താണ്, ഇപ്പോഴാണ് HSൻ്റെ ഭരതനാട്യം കഴിഞ്ഞത് അല്ലേ. ആ ഒരു പാട്ട്, അതായത് ഭരതനാട്യത്തിന് ആ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾ ഇതേപോലെ മത്സരിക്കാൻ വന്നതും ഞങ്ങൾക്ക് ആ ഒരു ഡാൻസിൻ്റെ ആ ഒരു ഹരം അറിയില്ലേ, അതൊക്കെ നമുക്ക് ഓർമ്മ വന്നല്ലേ. ഓരോ ബീറ്റും ഓരോ എക്സ്പ്രഷനും കാണുമ്പോൾ ഞാൻ അവിടുത്തെ സ്റ്റേജിൽ കളിക്കുന്ന പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത്. സോ കലോത്സവം ഞങ്ങളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. സോ ചെറുപ്പം മുതലേ ഞങ്ങൾ രണ്ടുപേരും കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം വിന്നേഴ്സാണ്. സോ ഇപ്രാവശ്യം നമ്മൾ ട്രിവാൻഡ്രത്ത് ഇത് നടക്കുന്നു എന്ന് പറയുമ്പോൾ വി ഫീൽ സോ പ്രൗഡ്. സോ നമ്മൾ അടുത്ത് തന്നെയാണ്, വന്ന് കാണാനായിട്ട് പറ്റും. സോ ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. നമ്മളിപ്പോൾ ഭരതനാട്യം കഴിഞ്ഞു, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് ഈ കുച്ചിപ്പുടി കാണാൻ പോകാം. എനിക്ക് ഇവിടെ തന്നെയാണോ? അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാം. സോ ഗൈസ്, ആദ്യത്തെ ദിവസമായതുകൊണ്ട് ജനങ്ങൾ കുറച്ച് കുറവാണ്. നാളെയൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരുപാട് പേരുണ്ടാവും കേട്ടോ. സോ അങ്ങനെ അങ്ങനെ നമ്മൾ കുച്ചിപ്പുടി വേദിയിലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ വഴുതക്കാടുള്ള ടാഗോർ തിയേറ്ററിൻ്റെ ആ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്രാവശ്യം കലോത്സവം കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ തന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് നമുക്ക് വരുന്ന സമയത്ത് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ അപ്പോൾ കുച്ചിപ്പുടി വേദിയിലോട്ടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പാർട്ടിസിപ്പൻസ് എല്ലാവരും കുറച്ച് പേര് പുറത്തുണ്ട്, കുറച്ച് പേര് ഉള്ളിലാണുള്ളത്. ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു HSൻ്റെ കുച്ചിപ്പുടി കഴിഞ്ഞിട്ടുണ്ടാവും. സോ റിസൾട്ട് സംതിങ് അനൗൺസ് ചെയ്യുന്ന സമയമായിരിക്കും. ആക്ച്വലി നമ്മൾ ഒന്നാമത്തെ ദിവസം ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഡിലേ ആവും എന്ന് വിചാരിച്ചു. ബട്ട് നേരത്തെ തന്നെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആ വേദിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പോകുമ്പോൾ ലാസ്റ്റ് പാർട്ടിസിപ്പൻസ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഭരതനാട്യം HSൻ്റെ. സോ ഇപ്പോൾ നമ്മൾ കുച്ചിപ്പുടി കാണാനായിട്ട് പോവുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഡാൻസ് പെർഫോമൻസ് കാണാനായിട്ട് വന്നിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മൾ കലോത്സവം വരുന്ന സമയത്ത് നമ്മൾ ഒന്നില്ലെങ്കിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അനീതി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഗൈസ്, നിങ്ങൾക്ക് കാര്യം അറിയുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര എഫേർട്ട് ഇതിൻ്റെ പിന്നിൽ സ്റ്റുഡൻസ് ഇടുന്നുണ്ട്. നമ്മളൊക്കെ എത്ര മണിക്കൂർ അധ്വാനിച്ചിട്ടാണ്, ഒത്തിരി ക്ലാസ്സുകൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിക്കൊന്നും കയറാൻ പോലും പറ്റില്ല. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സ്റ്റേറ്റ് എത്തുന്നവരേക്കും നമുക്ക് ഓരോ ദിവസം ഭയങ്കര പ്രാക്ടീസ് ആയിരിക്കും. ഭയങ്കര കോമ്പറ്റീഷൻ്റെ ആ ഒരു സ്പിരിറ്റ് ഉണ്ടാവും. സോ അതുപോലെ തന്നെ ഞങ്ങൾ പോലെ തന്നെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെ പോലെ തന്നെ എല്ലാ ജില്ലയിൽ നിന്ന് വരുന്ന പിള്ളേർ അത്ര അധ്വാനിച്ചിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ് വരെ എത്തുന്നത്. സോ അതിന് നമുക്കത് മനസ്സിലാവും. ആ കുട്ടികൾ സ്റ്റേജിൽ നിന്ന് കളിക്കുമ്പോൾ ആ ഒരു വൃത്തി വെടുപ്പൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ പുറകെ സാറുമാരുടെ ഓരോ കഷ്ടപ്പാടുണ്ട്. ചുമ്മാ എന്നല്ല, അവർ നമ്മളിങ്ങനെ മെനക്കെട്ട് പ്രാക്ടീസ് ചെയ്ത്
കളിപ്പിക്കും. അതന്നെ ഒരു വലിയ കാര്യമാണ്. അത് മാത്രമല്ല പാരൻസ് ഇതിന് വേണ്ടിയിട്ട് മുടക്കുന്ന പൈസ ആയിക്കോട്ടെ, അവർ ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന അധ്വാനം ആയിക്കോട്ടെ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്രയും പറയാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയോ വർഷങ്ങൾ നമ്മളിതിൻ്റെ പിന്നാലെ പാർട്ടിസിപ്പേറ്റ്, അതെ, ചെറുപ്പം തൊട്ട് LKG തൊട്ട് എൻ്റെ ഈ +2 വരെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നെ നമ്മൾ അച്ഛനും അമ്മയും അധ്വാനിച്ച ആ ഒരു കഷ്ടപ്പാടിന് നമ്മൾ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പ്രൈസും വിൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യം. വളരെയധികം സന്തോഷമുണ്ട് വരുന്നതിൽ. സോ നമുക്ക് എന്തായാലും കുച്ചിപ്പുടി HSS ആണോ HSS ആണോ എന്ന് അറിയില്ല അല്ലേ, തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടിരുന്നത് കുച്ചിപ്പുടിയാണ്. ഏകദേശം 10 മിനിറ്റ് വരുന്ന ഒരു ഐറ്റമാണ്. ഓരോ ഡാൻസിനും ഓരോ സ്റ്റൈലുണ്ട്, ഓരോ ടൈമിംഗ് ഉണ്ട്. ഫോക്കൊക്കെ ആണെങ്കിൽ 5 മിനിറ്റ്സ് ആയിരിക്കും അല്ലേ. സോ അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ കളിച്ചു. സോ ഫോക്കിൻ്റെ കാര്യമൊന്നും പറയേണ്ട ഗൈസ്. ഞാൻ എൻ്റെ ഒരു പ്രോപ്പർട്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 വർഷം ഞാൻ സ്റ്റേറ്റ് കയറിയത് അങ്ങനെയാണ്, ആലപ്പുഴയിൽ വെച്ചിട്ട്. ആലപ്പുഴയും കോഴിക്കോടും. അതിന്റെ കോൺസെപ്റ്റ് വീടൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. കോൺസെപ്റ്റ് എന്തായിരുന്നു? പുന്നപ്പുറ വയലാറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ, അതെ, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു വീടൊക്കെ ചെയ്ത് വളരെ ഗംഭീരമായിട്ടുള്ള ആ പെർഫോമൻസ് കാഴ്ചവെച്ചു ആലപ്പുഴയിൽ വെച്ചിട്ട്. പിന്നെ ഞങ്ങളിത് ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള കാരണം നമ്മുടെ സമയത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് എടുത്ത് വെക്കാനും വ്ളോഗ് ചെയ്തിടാനൊന്നും നമുക്ക് ആ സമയത്തൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ കുട്ടികൾ കളിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓൾഡ് മെമ്മറീസൊക്കെ റീകളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോസ് പത്രത്തിൽ വന്നൊക്കെ നമ്മൾ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ അറിയട്ടെ, നിങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമല്ലേ. കാരണം ആ സമയത്തൊന്നും ഞങ്ങൾക്കിത് പറയാനോ രജിസ്റ്റർ ചെയ്യാനൊന്നും പറ്റിയില്ല. സോ അതുകൊണ്ട് നമ്മൾ അതും ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നല്ല വിശപ്പ് ഗൈസ്. സോ ഫുഡീസ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ നമ്മൾ നെക്സ്റ്റ് അടുത്തത് എവിടെയായിരിക്കും പോകുന്നുണ്ടാവുക. സോ ഫുഡ് കഴിക്കാൻ പോവാണ്. സോ കുറച്ച് ഐറ്റംസ് നമ്മളൊന്ന് കണ്ടുള്ളൂ കേട്ടോ. ചെറുതായിട്ട് വല്ല സ്നാക്സ് ഐറ്റംസ് ഏകദേശം നമുക്ക് സമയമായിടോ, അതാണ് നമ്മൾ നേരത്തെ പോകാമെന്ന് വിചാരിച്ചു വീട്ടിലേക്ക്. സോ അതുകൊണ്ട് ഇത്ര ഇനങ്ങളെ നമ്മളും കണ്ടുള്ളൂ. എല്ലാവരും അടിപൊളിയായി കളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല എ ഗ്രേഡോട് കൂടിയിട്ട് എല്ലാവർക്കും പ്രാവശ്യം കിട്ടട്ടെ, നേടട്ടെ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചോളുന്നു അല്ലേ. സോ ലെറ്റ്സ് ഗോ ദേർ. ഗായ്സ്, ഇത് എൻ്റെ അനിയത്തിയും ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങളായിട്ടും ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്താട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന സ്പോട്ടാണ് ബാർബിക്യൂ സ്പേസ്. സോ പട്ടത്താണ് ഉള്ളത് കേട്ടോ. നമ്മളൊരു മോമോവും പിന്നെ അതുപോലെ തന്നെ ഒരു ഷവർമയാട്ടോ കഴിച്ചത്. നമ്മളിപ്പോൾ മോമോസും കാര്യങ്ങളൊക്കെ ബാർബിക്യൂ സ്പേസിനാണ് കഴിച്ചത്. ആക്ച്വലി നമ്മൾ ഇവിടുന്ന് ആ പട്ടത്തുള്ള ബാർബിക്യൂ സ്പേസിൽ നമ്മൾ അൽഫാമും മന്തിയൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. സോ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് കലോത്സവം വൈബ് എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ വന്നതാണ്. ആൻഡ് നമ്മുടെ കുറച്ച് മെമ്മറീസ് നമ്മൾ ഷെയർ ചെയ്തു. അങ്ങനെ അടിപൊളിയായിട്ട് ഇന്നത്തെ ഒരു ദിവസം പോയി. ഇപ്പോൾ ഏകദേശം സമയം 7 മണിയായില്ലേ, 7 പോകുന്നു. വീട്ടിലേക്ക് പോകാൻ ലേറ്റായി. അമ്മ ചീത്ത അറിയും, ഇനി ഇവിടെ നിന്ന് കറങ്ങാൻ പറ്റില്ല, നേരെ വീട്ടിൽ പോകാം. നമുക്ക് നേരെ വീട്ടിൽ പോവാം. സോ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ ഗൈസ്.